പ്രിയ പ്രേക്ഷകരെ, നാടകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടകം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തേൻമധുരമൂറുന്ന ഒരു കർഷക വിജയഗാഥയാണ്. കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്തിലെ കൈരളം മേച്ചേരിയിലെ MV ഹരീഷിൻ്റെ തേനീച്ച കൃഷിത്തോട്ടത്തിലേക്കാണ് ഇന്ന് നാടകം ക്യാമറ തിരിക്കുന്നത്. ചെറുതേൻ ഉൾപ്പെടെ 200ഓളം തേനീച്ചപ്പെട്ടികളാണ് ഹരീഷിൻ്റെ തോട്ടത്തിലുള്ളത്. 12 വർഷമായി ഈ രംഗത്തുള്ള ഇദ്ദേഹത്തെ തേടി നിരവധി അംഗീകാരങ്ങളും എത്തിയിട്ടുണ്ട്. നമുക്ക് ഹരീഷിൻ്റെ ഈ തേനീച്ച കൃഷിത്തോട്ടത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. തേൻ മധുരമൂറുന്ന ഒട്ടേറെ കാഴ്ചകൾ കാണാം, കുറേ അനുഭവ പാഠങ്ങൾ കേൾക്കാം. ഇത് ചെറുതേനീച്ചയുടെ പെട്ടിയാണ്. ഇത് 14 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയും 4 ഇഞ്ച് ഹൈറ്റുള്ള പെട്ടിയാണ് അഭികാമ്യമായിട്ടുള്ളത്. കുടി പിരിക്കാനും മറ്റുള്ളതിനെല്ലാം എളുപ്പം ഈ അളവിലുള്ള പെട്ടികളാണ്. ഈ ചെറുതേനീച്ച മറ്റേ ഈ തേനീച്ച ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ രണ്ടിനും തേന തമ്മിലുള്ള വ്യത്യാസമൊക്കെ എന്താണ്? തേന തമ്മിലുള്ള വ്യത്യാസം, ഇതിൽ ചെറിയൊരു പൊടി ഉണ്ടാവും ചെറുതേനിൽ. രുചിച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസം തന്നെയാണ്. ഇതിൽ കുറേ ആയുർവേദ ഇത് ചേർന്ന് പൂക്കൾ നിറക്കുന്ന തേനാണ് ചെറുതേനീച്ചയുടെ. വില വ്യത്യാസമുണ്ടോ? വില വ്യത്യാസമുണ്ട്. ചെറുതേൻ 2500 ഞാൻ ഇവിടെ വിൽക്കുന്നത്. കിലോ 1 കിലോ. വൻതേൻ 1 കിലോ 350 രൂപക്കാണ് വിൽക്കുന്നത്. ഹരീഷ് രാവിലെ എഴുന്നേറ്റാൽ എങ്ങനെയാണ്? എത്ര മണി മുതൽ ഇതിൻ്റെ ഒരു പരിപാടി തുടങ്ങും? ചില ദിവസം രാവിലെ 7 മണി മുതൽ ഇതിൻ്റെ ഫ്രെയിം നിർമ്മാണവും മറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാവിലെ മുതൽ ഒരു 7 മണിക്ക് ഇറങ്ങാറുണ്ട്. വൈകുന്നേരം ഒരു 5 മണി വരെ ഇതിൻ്റെ വഴിയിൽ തന്നെ ആയിരിക്കും സീസണിൽ. അല്ല, ഇതിന് ഈ ദിവസവും ഇതിനെന്താണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്? അപ്പോൾ ഈ സീസണിൽ ചെയ്തു കൊടുക്കാൻ ഒരുപാട് പണിയുണ്ട്. സൂപ്പറിന്ന് ഒരടിയെടുത്ത് 2 or 4 ആയിട്ട് കീറി അത് മുകളിലെ ഹണി ചെമ്പറിൽ കെട്ടിക്കൊടുക്കണം. അവർ 100 ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് അധികവും ചെയ്യാറ്. ഹരീഷ, ഇപ്പോൾ ഈ തേനീച്ച പെട്ടിയുടെ ചുറ്റും തേനീച്ചകളിങ്ങനെ പറക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ ഈ ചില ചെടികളിലെ ഈ പൂക്കളൊക്കെ തേനീച്ച വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളർത്തുന്ന ചെടിയാണോ? ഞാൻ തേനീച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്ന നട്ട ചെടിയാണ്. 4 കൊല്ലമായി ഇത് വളർത്തുന്നു. നല്ലോണം പൂമ്പൊടിയും തേനും കിട്ടുന്ന ചെടിയായത്. രാവിലെ മുതൽ 6 മണി വരെ ഇതിൻ്റെ മുകളിൽ തന്നെ തേൻ കുടിക്കുന്നത് കാണാൻ കഴിയും. മറ്റൊരു ചെടി കൂടി അവിടെ കാണുന്നുണ്ടല്ലോ, അതും ഇതിനു വേണ്ടിയുള്ളതാണോ? അതും ഇതിനു വേണ്ടി തന്നെയാണ്. അത് ചെറുതേനീച്ചയാണ് അതിൽ കൂടുതലായിട്ടും വരുന്നത്. അത് ഈ ഇതുപോലെ കൊണ്ടുവന്ന് നട്ട് വളർത്തിയതാണോ? നട്ട് വളർത്തിയത് തന്നെയാണ്. ഹരീഷ് സ്വന്തമായിട്ടാണ് ഈ പെട്ടികളൊക്കെ ഇവിടെ നിർമ്മിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വയസ്സുണ്ട്, ഉളിയുണ്ട്, മരക്കഷ്ണങ്ങളുണ്ട്, ഗ്രൈൻഡിങ് മെഷീനുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. തേനീച്ച കൃഷി ചെയ്യുന്നവരൊക്കെ ഈ പെട്ടി അധികം പുറമേ നിന്ന് വാങ്ങുന്നതാണ് കാണാറ്. അപ്പോൾ ഇവിടെ ഹരീഷ് ഒരുപാട് സാധനങ്ങൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണോ, അല്ല ഇത് നിർമ്മിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ടോ? ഇത് കൊടുക്കാറൊന്നുമില്ല. അത്യാവശ്യമുള്ള ഒരു വീട്ടിലാവശ്യത്തിന് വേണ്ട 2-3 പെട്ടി അങ്ങനെ മാത്രമേ കൊടുക്കാറുള്ളൂ. ബാക്കിയൊക്കെ സ്വന്തമായ ആവശ്യത്തിന് തേനീച്ച വളർത്തൽ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതാണ്. ഇതിങ്ങനെ സ്വന്തമായിട്ട് മരൻ്റെ സ്വന്തം പറമ്പ് തന്നെ മുറിച്ചിട്ട് മില്ലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ വെക്കുന്നതാണ്. ഇത് സ്വന്തമായിട്ട് ഇങ്ങനെ നിർമ്മിക്കുന്നതും പുറമേ നിന്ന് വാങ്ങുന്നതുമായിട്ട് വലിയ വ്യത്യാസമുണ്ടോ? ലാഭം? സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ലാഭം. പക്ഷെ അതിന് സമയം വേണം അല്ലേ? സമയം വേണം. മുറിച്ചിട്ട് എല്ലാം കൊണ്ടുവന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ആ സമയം പിടിക്കും.
ഇനി ഇതിലെ മെഴുക് മേൽഭാഗം നേരിയ കനത്തിൽ അരിഞ്ഞു മാറ്റി ഈ എക്സ്ട്രയിൽ വെച്ച് കറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് തേൻ ഉണ്ടാകുന്നത്. ഇത് ഈ വെള്ള കാണുന്നത് മെഴുക് ആശാരിമാർ ഉപയോഗിക്കുന്നത് ഈ നേരിട്ടിട്ടല്ല, ഇത് വെള്ളത്തിൽ ഇത് പ്രോസസ്സ് ചെയ്തിട്ട് മെഴുക് പ്രോസസ്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ സാധനമാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നേരിയ ഇതായിട്ട് അരിഞ്ഞിട്ട് മെഷീനിലിടും, കറക്കും. ഇത് തേനെടുത്ത് കഴിഞ്ഞ അട അതേ പട്ടി തന്നെ ഇനി ഒരു 7 വർഷം കൂടുമ്പോൾ ആദ്യം എടുക്കുക. 7 വർഷം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൽ തന്നെ ആദ്യം അവർ തേൻ നിറക്കും, തേനീച്ചകൾ. ഇപ്പോൾ ഇതിൽ നിന്ന് സ്മോക്ക് അടിച്ച് നമ്മൾ മാറ്റി നിർത്തിയ തേനീച്ച ഉണ്ടല്ലോ, അപ്പോൾ ഇത് അതിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ വന്ന് ഇരിക്കുകയാണ് ചെയ്യുക. ഇതിൽ വന്ന് കയറി ഇതിൽ ആദ്യം ഇതിൻ്റെ പൊട്ടിയ ഭാഗമെല്ലാം നേരെയാക്കി ഫില്ല് ചെയ്യും. ഇതിൽ തേൻ ഫില്ല് ചെയ്യും. ഹരീഷ്, എത്ര വർഷമായി ഈ തേനീച്ച കൃഷിയിൽ ഇറങ്ങിയിട്ട്? ചെറുതേനീച്ച കൃഷി 12 വർഷത്തോളമായി. വൻതേനീച്ച കൃഷി 5 വർഷത്തോളമായി തുടങ്ങിയിട്ട്. ഇപ്പം 150 കോളനി ചെറുതേനും 100 പട്ടി വൻതേനും ഉണ്ട്. ഹരീഷിൻ്റെ ഒരു 10 വർഷം ആയല്ലോ, 12 വർഷമായെന്ന് പറഞ്ഞു. ഈ ഒരു അനുഭവത്തിൽ ഈ തേനീച്ച കൃഷി എങ്ങനെ ആദായകരമാണോ അല്ല റിസ്ക് ആണോ? ആദായകരം തന്നെയാണ്. കുറച്ച് റിസ്ക്കും ഉണ്ട്. 4-5 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ആദായം കിട്ടിത്തുടങ്ങുള്ളൂ. പിന്നെ പൂർണ്ണ സമയം ഇതിൽ ഇറങ്ങാൻ പറ്റുന്നവർ മാത്രമാണ് ഇതിൽ ഇറങ്ങുന്നത് നല്ലതല്ലേ? അത് പൂർണ്ണ സമയം ഇറങ്ങാൻ പറ്റുന്നവർക്കാണ് കൂടുതൽ നല്ലത്. പിന്നെ പാർട്ട് ടൈമായിട്ട് ഇനി ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ അധികം ആദായം പ്രതീക്ഷിക്കേണ്ടതില്ല. ഹരീഷ്, ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്, വന്ന് നോക്കുമ്പോൾ അച്ചൂസ് ഹണി എന്ന ഒരു ബ്രാൻഡിൽ ഇത് പുറത്തിറക്കുന്നുണ്ടല്ലോ, ഇവിടുന്ന് വിപണനം നടത്തുന്നുണ്ട്. അച്ചൂസ് ഹണി എന്ന പേരിൽ വിപണനം ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി 2 ലൈസൻസ് എടുത്തിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസും പിന്നെ പാക്കർ ലൈസൻസും പാക്കേജ് ചെയ്യുന്ന ലീഗൽ മെട്രോളജി വകുപ്പ് എന്നുള്ള ലൈസൻസും എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നിലവിൽ എവിടെയും കടയിൽ നിന്നും കൊടുക്കാറില്ല, നേരിട്ട് വീടുകളിൽ എത്തിച്ച് കൊടുക്കാറാണ് പതിവ്. ഇപ്പോൾ ഈ തേൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലരും തേൻ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് അതിൽ മായം ഉണ്ടാവും, വെള്ളത്തിൻ്റെ ഇതുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹരീഷിൻ്റെ തേനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാമല്ലേ? പൂർണ്ണമായും വിശ്വസിക്കാം.
യാതൊരുവിധ ഒന്നും ചേർക്കാറില്ല, ഒന്നും ചേർക്കാൻ സമയം കിട്ടുന്നില്ല. ചേർക്കാൻ സമയവും കിട്ടുന്നില്ല. പക്ഷെ നമുക്കിത് നിർത്തുന്നതിന് മുമ്പേ ഒന്ന് ചോദിക്കാനുള്ളത്, ഈ ഹരീഷ് ഒരു 10-12 വർഷമായിട്ട് തേനീച്ച കർഷകനാണ്. ഒരു തേനീച്ച കർഷകൻ എന്ന നിലയിൽ ഹരീഷിന് സ്വയം തോന്നുന്നത് എന്താണ്? ഇപ്പോൾ ഈ ഭാഗത്ത് ഇത്രയും വിപുലമായി തേനീച്ച കൃഷി നടത്തുമ്പോൾ ഈ നാട്ടുകാരിൽ നിന്നുള്ള ഹരീഷിന് കിട്ടുന്ന ഒരു അഭിപ്രായം എന്താണ്? സ്വയം സംതൃപ്തി ഉണ്ടാകുന്നത്, നാട്ടിൽ കൂടെ നിൽക്കുന്നുണ്ട്, എല്ലാവരും വാങ്ങുന്നുണ്ട്. പിന്നെ സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംതൃപ്തിയും കൂടിയുണ്ട്. ഹരീഷിൻ്റെ കുടുംബങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു. ഭാര്യ 2 മക്കളുമാണ്. ഭാര്യ ഇതിൽ സഹായിക്കുന്നുണ്ടോ? ഭാര്യ സഹായിക്കുന്നുണ്ട്. ഇത് പാക്ക് ചെയ്യാനും വിതരണം ചെയ്യാനും ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. കുട്ടികൾ എന്താണ് പഠിക്കുന്നതാ? കുട്ടികൾ പഠിക്കുന്നതാണ്. മൂത്ത കുട്ടി പെൺകുട്ടിയാണ്. ഇപ്പോൾ കണ്ണൂരിലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. രണ്ടാമൻ മകനാണ്. അവൻ മംഗലാപുരത്ത് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഇപ്പോൾ പഠിക്കുകയാണ്. മലബാർ ഹണിയുടെ ഒരു ആദരം കിട്ടിയെന്ന് പറഞ്ഞത്? മലബാർ ഹണിയുടെ ആദരം കിട്ടി. 100 കെട്ടി ചെയ്യുന്നവർക്കുള്ള ആദരമാണ്. ഇവിടെ 100 പെട്ടി ചെയ്യുന്നത് ഹരീഷ് മാത്രമേ ഉള്ളൂ? പഞ്ചായത്തിൽ ഞാൻ 100 പെട്ടിക്ക് മുകളിലായിട്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മയ്യിൽ ഈ കൃഷിഭവൻ ഈ തേനീച്ച കൃഷിക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ? സമീപിച്ചിരുന്നോ? മയ്യിൽ നിന്നും കൃഷിഭവനിൽ ഇതുവരെ സഹായമൊന്നും കിട്ടിയിട്ടില്ല, സമീപിച്ചിട്ടില്ല. തേനീച്ച കൃഷിക്ക് സഹായമൊന്നും ഇല്ല എന്നാണ് 4 വർഷം മുന്നേ എനിക്ക് കിട്ടിയ വിവരം. അതുകൊണ്ട് പിന്നെ ഞാൻ സമീപിച്ചിട്ടില്ല. ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കൃഷി വകുപ്പ് കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഹരീഷ് എന്തെങ്കിലും സഹായം കിട്ടുമായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയോടെ നമുക്ക് ഈ അധ്യായം ഇവിടെ നിർത്താം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എനിക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന നമ്മളെ തൊട്ട വീട്ടിലെ അനീഷ് എന്ന് പറഞ്ഞ ആളുണ്ട്. അവരെനിക്ക് വേണ്ടി പിന്നെ മറ്റുള്ളവരും സഹായം ചെയ്യാറുണ്ട്. തേൻ വാങ്ങിയും മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. എല്ലാവരും സഹകരിച്ചിട്ട് മുന്നോട്ട് പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാടകത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് സമാപിക്കുകയാണ്. ഹരീഷിൻ്റെ, കേരളം മേച്ചേരിയിലെ ഹരീഷിൻ്റെ തേനീച്ച കൃഷിത്തോട്ടത്തിലായിരുന്നു നമ്മുടെ ഇന്നത്തെ നാടകം. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഹരീഷ് വളരെ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ വളരെ അധ്വാനിച്ചാണ് ഈ തേനീച്ച കൃഷി നടത്തുന്നത്. പറഞ്ഞതുപോലെ തൊട്ട അയൽപക്കത്തെ അനീഷിനെ പോലെയുള്ളവരുടെ സഹായവും കിട്ടുന്നുണ്ട്. വീട്ടുകാരുടെ, ഭാര്യയുടെയും മക്കളുടെയും സഹായം കിട്ടുന്നുണ്ട്. അപ്പോൾ അച്ചൂസ് ഹണി എന്ന പേരിലാണ് ഹരീഷ് ഇത് ബ്രാൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ ധൈര്യമായി ഹരീഷിനെ സമീപിക്കാം. ഒരു മായവുമില്ലാത്ത, ഹരീഷ് പറഞ്ഞതുപോലെ മായം ചേർക്കാൻ പോലും ഒന്നും സമയം തന്നെയില്ല. ഒരു മായവുമില്ലാത്ത ശുദ്ധമായ തേൻ ഹരീഷിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടും. മറ്റൊരു കാര്യം, ഈ തേൻ വാങ്ങാൻ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഹരീഷ് തേനീച്ച പെട്ടികളൊക്കെ സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നൊക്കെ ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ, അറിയണമെങ്കിലൊക്കെ എന്തെങ്കിലും ഉപദേശം 10-12 വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഉപദേശങ്ങൾ തരാൻ ഹരീഷിന് പറ്റും. അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ ആരെങ്കിലും വന്നാലും ഹരീഷ് സഹായിക്കും. ഹരീഷിനെ അറിയണമെങ്കിൽ മയിലെ പഴയ ആശുപത്രിക്ക് സമീപം വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഹരീഷിൻ്റെ വീട് ആരും പറഞ്ഞു തരും. അപ്പോൾ ഹരീഷിൻ്റെ ഈ തേൻ മധുരം കിനിയുന്ന ഈ തോട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മൾ വിടവാങ്ങുകയാണ്.